Oppo Reno 10 Pro എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഓൾറെഡി ചൈനീസ് മാർക്കറ്റിൽ Oppo Reno 10 Pro എന്ന പേരിൽ ഒരു ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ പുതിയ റിപ്പോർട്ടുകൾ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഇന്ത്യൻ മാർക്കറ്റിൽ ചൈനീസ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള ആ ഒരു ഫോൺ ആയിരിക്കില്ല ലോഞ്ച് ചെയ്യുക. സ്പെസിഫിക്കേഷൻ്റെ കാര്യത്തിലൊക്കെ ചെറിയ ഡിഫറൻസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് Oppo Reno 10 Pro എന്ന ഫോണിൻ്റെ ഇന്ത്യൻ വേരിയൻറ്റിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടാണ്. അതിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ 6.7 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ വരാനാണ് സാധ്യത. റെസൊല്യൂഷൻ വരിക 1080x2412 ആയിരിക്കും. ഇപ്പോൾ ചൈനീസ് വെർഷനായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റെസൊല്യൂഷൻ കുറച്ചും കൂടി കുറവായിരിക്കും. അപ്പോൾ ചൈനീസ് വെർഷൻ്റെ അത്ര മികച്ച റെസൊല്യൂഷനും കാര്യങ്ങളൊന്നും ഇന്ത്യൻ വെർഷനിൽ വരാൻ സാധ്യതയില്ല. പക്ഷേ OLED പാനലും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഡിസ്പ്ലേയിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. പഞ്ചോൾ ഡിസൈനൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. പിന്നെ 10 ബിറ്റ് ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സൊക്കെ ഇതിൽ വരും. എടുത്തു പറയേണ്ട ഒരു കാര്യം കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ വരിക. അപ്പോൾ റെസൊല്യൂഷൻ കുറച്ചൊന്ന് കുറവാണെങ്കിലും അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സൊക്കെ തന്നെയായിരിക്കും ഇന്ത്യൻ വെർഷനിലും വരിക. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. വെയിറ്റ് വരിക ഏകദേശം 185 ഗ്രാം ആയിരിക്കും. തിക്നെസ് വരിക 7.89 mm ആയിരിക്കും. IP54 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 778G എന്ന പ്രോസസ്സറായിരിക്കും ഈ ഫോണിൽ വരിക എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ചൈനീസ് വെർഷനിൽ MediaTek Dimensity 8200 എന്ന പ്രോസസ്സറാണ് വന്നിട്ടുള്ളത്. അപ്പം പ്രോസസ്സറിൻ്റെ കാര്യത്തിലും ഇന്ത്യൻ വെർഷനിൽ ഒരു ഡൗൺ ഗ്രേഡും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. എന്നാലും തിരക്കേടില്ലാത്തൊരു 5G പ്രോസസ്സറാണ് ഈ ഒരു പ്രോസസ്സർ. പിന്നെ ഇതിൽ 5G സപ്പോർട്ട് വരുന്നതായിരിക്കും. ഇതിൽ 12 GB റാം വരെയും അതുപോലെ തന്നെ 256 GB ഇൻറ്റേർണൽ വരെയും വന്നേക്കാം. LPDDR4Xൻ്റെ റാം ആയിരിക്കും ഇതിൽ വരിക. വെർച്വൽ റാം എന്നുള്ള ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറി ഇത് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. Android 13 ബേസ് ആയിട്ടുള്ള കളറോയ സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ഈ ഫോണിൽ 3.5 mm ഓഡിയോ ജാക്കും അതുപോലെ തന്നെ മെമ്മറി കാർഡ് സ്ലോട്ടൊന്നും വരാൻ സാധ്യതയില്ല. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരാനാണ് സാധ്യത. 50 മെഗാ മെയിൻ ക്യാമറ സെൻസർ ഇതിൽ വന്നേക്കാം. ഇതിൽ OS എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. 8 മെഗാ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഈ ഫോണിൽ വരുന്നതായിരിക്കും. മൂന്നാമത് 32 മെഗാ ഒരു ടെലിഫോട്ടോ ലെൻസും വന്നേക്കാം. ഫ്രണ്ടിൽ 32 മെഗാ സെൽഫി ക്യാമറ വരാനാണ് സാധ്യത. അപ്പോൾ ചൈനീസ് വെർഷനിലേതുപോലുള്ള ഒരു ക്യാമറ സെറ്റപ്പ് തന്നെയായിരിക്കും ഇന്ത്യൻ വെർഷനിൽ വരിക എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 4600 mAh ബാറ്ററി വന്നേക്കാം. 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടായിരിക്കും ഇതിൽ വരിക. 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടായിരുന്നു ചൈനീസ് വെർഷനിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ആ ഒരു കാര്യത്തിലും ഒരു ഡൗൺ ഗ്രേഡ് വരുന്നതായിരിക്കും. Type-C ചാർജിംഗ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. എന്നാലും തിരക്കില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പും ഈ ഫോണിൽ വരുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊന്നും ഇപ്പം പുറത്തു വന്നിട്ടില്ല. എന്നാലും പറയപ്പെടുന്നത് ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ജൂലൈയിൽ ലോഞ്ച് ചെയ്തേക്കാം എന്നാണ്. കൺഫർമേഷൻസ് വന്നിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൻ്റെ വില ചിലപ്പം ഒരു 35,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരെ എത്തിയേക്കാം. ഓപ്പോയുടെ ഫോണാണ്. ഇതൊരു ഓഫ്ലൈൻ ഫോൺ കൂടിയായിരിക്കും. അപ്പം അത്യാവശ്യം നല്ലൊരു പ്രൈസിങ് എക്സ്പെക്റ്റ് ചെയ്യേണ്ട. വില കുറച്ചൊക്കെ കൂടാൻ തന്നെയാണ് ചാൻസ്. എന്തായാലും കൺഫർമേഷൻസ് ഒന്നുമില്ല. ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും Oppo Reno 10 Pro എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങളേത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.